നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവമന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കില്ല. അപ്പോൾ പുതിയ നിയമത്തിലെ യാഗപീഠമെന്ന് പറയുന്ന ഞാനും നിങ്ങളുമാണെങ്കിൽ, നമ്മുടെ ശരീരമാണെങ്കിൽ, ഈ ശരീരം ഇന്ന് എവിടെയാണ് നിൽക്കുക? ഈ ശരീരത്തിൻ്റെ അശുദ്ധി എവിടെയാണ് നിൽക്കുക? ഈ ശരീരം ഇന്ന് ദൈവസന്നിധിയിൽ പണിയപ്പെട്ട ശരീരമാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയാധിപതി എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സുബുറ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനത്തോട് ചേർന്ന് നമുക്കായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന വൻകൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള വാക്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വഹിച്ച ദൈവത്തെക്കുറിച്ച്. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മറുപടി ഉണ്ടായി എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ് ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കപ്പെടുവാനുള്ള സാഹചര്യമെന്നാണ് ഇന്ന് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. അതിൻ്റെ 31-ാമത്തെ വാക്യം, 18-ാം അധ്യായം 31-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, അവൻ ദൈവത്തിൻ്റെ ഇടിഞ്ഞുകിടന്ന യാഗപീഠം നന്നാക്കി എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുക. 30-ാമത്തെ വാക്യം തുടങ്ങി നാം വായിക്കപ്പെടുമ്പോൾ, ഏലിയാവ് വിഗ്രഹപ്രവാചകന്മാരോട് ഇനിയും നിങ്ങൾ മാറുവിൻ, ഞാനും എൻ്റെ യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞവർ മാറിപ്പോയി. ഏലിയ എൻ്റെ അടുക്കൽ വരുവിനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ്റെ അടുക്കൽ ചെന്നു. അവൻ ദൈവത്തിൻ്റെ ഇടിഞ്ഞുകിടന്ന യാഗപീഠത്തെ നന്നാക്കി. ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാനുള്ള ഒന്നാമത്തെ കാരണമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. അപ്പോഴാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, കർമ്മേലിൻ്റെ മലമുകളിൽ ഒരു യാഗം കഴിക്കാനുള്ള തീരുമാനമുണ്ടായി. ആഹാബ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രയേൽ ജനമൊക്കെയും ദൈവത്തെ മറന്നിട്ട് ബാലിൻ്റെ പുറകെ ബാലിനെ ആരാധിച്ച് കടന്നു പോകുന്നൊരു സാഹചര്യം. പ്രവാചകൻ ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് പച്ചമരത്തിന് കീഴൊക്കെ വ്യഭിചാരം ചെയ്തൊരു തലമുറ, അന്യദേവന്മാർക്ക് പൂജാഗിരികൾ പണിത് അന്യദേവന്മാരെ ആരാധിക്കുന്ന ഇസ്രയേൽ ജനത, അന്യദേവ ആരാധനയുടെ നടുവിലേക്ക് ഇസ്രയേൽ ജനത കടന്നുപോയി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവത്തെ മറന്നു ജീവിക്കുന്ന, ദൈവത്തെ എന്നേക്കുമായി അകറ്റി നിർത്തി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ യഹോവയാം ദൈവം അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതാണ് ഏലിയാവിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുക. അഹാബ് രാജാവിനോട് വെല്ലുവിളിച്ചുകൊണ്ട് ഏലിയാവ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഴയോ മഞ്ഞോ ഉണ്ടാവുകയില്ല. ആകാശത്തിന് കിളിവാതിലുകളെ അടയ്ക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്വർഗത്തിൻ്റെ വലിയ ശക്തിയെ വെളിപ്പെടുത്തിയവനാണ് ഏലിയാവ്. ഏലിയാവ് ആഹാബ് രാജാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് കർമ്മേലിന് മലമുകളിൽ ഒരു യാഗപീഠം പണിത് യാഗവസ്തുവിനെ വിറകില്ലാതെ ഖണ്ഡം ഖണ്ഡമായി നുറുക്കി വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരുടെ യാഗത്തിൽ അഗ്നി ഇറങ്ങി യാഗം ദഹിപ്പിക്കപ്പെടുന്നുവോ അത് ജീവനുള്ള ദൈവമെന്ന് നമുക്ക് ലോകത്തിന് വെളിപ്പെടുത്താമെന്ന് ഒരു വലിയ വെല്ലുവിളി നടത്തുമ്പോൾ ആഹാബ് രാജാവിൻ്റെ കിങ്കരന്മാർ 400-ലധികം വരുന്ന ബാലിൻ്റെ പ്രവാചകന്മാർ അത് ഏറ്റെടുത്തുകൊണ്ട് കർമ്മേലിൽ മലമുകളിൽ യാഗപീഠം പണിതു. യാഗവസ്തുവിനെ വിറകിൻ്റെ മേൽ നുറുക്കി വച്ചിട്ട് ഈ ബാലിൻ്റെ പ്രവാചകന്മാർ പ്രാർത്ഥന തുടങ്ങി. മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥന നടന്നിട്ടും അഗ്നി ഇറങ്ങുന്നില്ല, ബാലുത്തരമരുളുന്നില്ല. അപ്പോൾ ഏലിയാവ് പറയുക, നിങ്ങളുടെ ദൈവം ഒരുപക്ഷെ വിളിക്ക് പോയിട്ടുണ്ടായിരിക്കും, ഒരുപക്ഷെ അവൻ ഉറങ്ങുകയായിരിക്കും, ഒരുപക്ഷെ അവൻ പുറത്തായിരിക്കും, ഒന്നുകൂടെ വിളിച്ചു നോക്ക്. എന്നാൽ അവൻ ഉത്തരമരളാതെ വന്നപ്പോൾ ശരീരത്തെ മുറിവേൽപ്പിച്ചും ചതച്ചും പ്രാർത്ഥനകൾ നടത്തപ്പെട്ടു. എന്നിട്ടും മറുപടി വരാതെ വന്നപ്പോൾ ഏലിയാവ് സർവ്വജനത്തെയും തൻ്റെ അടുക്കലേക്ക് വിളിച്ചുകൂട്ടി. ഏലിയാവ് ചെയ്ത ഒന്നാമത്തെ പ്രക്രിയ ഇടിഞ്ഞുകിടന്ന ദൈവത്തിൻ്റെ യാഗപീഠത്തെ നന്നാക്കി എന്നുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകണമോ? ഇടിഞ്ഞു കിടക്കുന്ന ദൈവത്തിൻ്റെ യാഗപീഠം നന്നാക്കപ്പെടണം.
കർമ്മേലിൻ്റെ മുകളിൽ ഒരു യാഗപീഠമുണ്ടായിരുന്നു. ചില കാലഘട്ടങ്ങളായി അവിടെ ആരാധന നിലച്ചിട്ട് അവിടെ ആരാധന നടക്കാറില്ല. ആ ബലിപീഠമെന്ന് ക്ഷുദ്രജീവികളുടെ താവളമാണ്. ആ ബലിപീഠമെന്ന് ചെറിയ കൊടുങ്കാടുമായി മാറി. എന്നാൽ പ്രിയമുള്ളവരെ, ആ കൊടുങ്കാടായി തീർന്നതായ ക്ഷുദ്രജീവികളുടെ താവളമായ കല്ലുകൾ അടർന്നു മാറി കിടക്കുന്നതായ യാഗപീഠത്തെ പണിയാനായിട്ടുള്ള ഏലിയാവിൻ്റെ തീരുമാനം, അവൻ ഇടിഞ്ഞു കിടന്ന ദൈവത്തിൻ്റെ യാഗപീഠത്തെ പുതുക്കിപ്പണിതിട്ടാണ് യാഗം കഴിച്ചത്. ആ യാഗത്തിലാണ് ദൈവം പ്രസാദിച്ചതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രസാദകരമായ പ്രാർത്ഥന നമുക്ക് അർപ്പിക്കാൻ കഴിയണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമാകുന്ന യാഗപീഠത്തെ ദൈവകരങ്ങളിൽ പുതുക്കിപ്പണിയേണ്ടത് അനിവാര്യമാണ്. പഴയ നിയമത്തിലെ യാഗപീഠം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ യാഗപീഠങ്ങളാണ്. ദൈവത്തിന് വസിക്കാൻ, ദൈവത്തിന് കുടിയിരുത്താൻ, ദൈവത്തെ ആരാധിക്കാൻ മനുഷ്യൻ നിർമ്മിച്ച ചുമരുകളോടുകൂടെ മനുഷ്യൻ നിർമ്മിച്ച നിർമ്മിതികളാണ് പഴയ നിയമ യാഗപീഠമെങ്കിൽ, പുതിയ നിയമത്തിലെ യാഗപീഠം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കെട്ടിടങ്ങളല്ല, മറിച്ച് പുതിയ നിയമത്തിലെ യാഗപീഠം ഞാനും നിങ്ങളുമാകുന്ന ശരീരമാകുന്നെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കൊരിന്ത്യർ ലേഖനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, ദൈവമന്ദിരത്തെ നശിപ്പിക്കുന്നവന് ദൈവം നശിപ്പിക്കില്ല. അപ്പോൾ പുതിയ നിയമത്തിലെ യാഗപീഠം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണെങ്കിൽ, നമ്മുടെ ശരീരമാണെങ്കിൽ, ഈ ശരീരം ഇന്ന് എവിടെയാണ് നിൽക്കുക? ഈ ശരീരത്തിൻ്റെ അശുദ്ധി എവിടെയാണ് നിൽക്കുക? ഈ ശരീരം ഇന്ന് ദൈവസന്നിധിയിൽ പണിയപ്പെട്ട ശരീരമാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകണമോ? യാഗപീഠമാകുന്ന ശരീരത്തെ പുതുക്കി പണിയണം. പാപം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ പാപമലീനവസ്ത്രങ്ങളെ ജീവിതത്തിൽ നീക്കിക്കളഞ്ഞിട്ട് വിശുദ്ധിയുടെ ആത്മാവിൽ നിൽക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുക. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ പുതുക്കി പണിയുന്ന ദിനങ്ങളായി മാറട്ടെ. ഈ ശരീരം പാപത്തിൽ വീണ് കിടക്കുന്ന ശരീരമാണെങ്കിൽ, ജഡമോഹത്തോടുകൂടെ ക്രൂശിക്കപ്പെട്ട ശരീരമാണെങ്കിൽ, ജഡമോഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ജഡത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, ജഡത്തെ ഉപേക്ഷിച്ച് ലോകത്തിന് രക്ഷയൊരുക്കി കൊടുത്ത ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കുന്ന നമുക്ക് ഈ ലോകത്തിൻ്റെ രക്ഷയൊരുക്കാൻ, ഈ ലോകത്തിൻ്റെ വിജയത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തിൻ്റെ നേട്ടങ്ങളെ ബലി കഴിക്കാനിടയായി തീരണം. ജീവിതത്തെ ദൈവകരങ്ങളിൽ പുതുക്കിപ്പണിയാനിടയാകണം. ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിനയത്തോടെ സമർപ്പിക്കപ്പെടാനിടയാകണം. ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതാണ്. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ എന്നെ തന്നെ നിൻ്റെ തിരുഹിതത്തിനായി നിൻ്റെ കൈകളിൽ വയ്ക്കുകയാണ്, നീ എന്നെ ഒരു മാനപാത്രമായി മെനയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനിടയാകണം. ഒരു കളിമണ്ണും ഇന്ന് വരെ എന്നെ മീൻചട്ടിയാക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എന്നെ കറിച്ചട്ടിയാക്കണമെന്ന് പറഞ്ഞില്ല, എനിക്കൊരു കൂജയായാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. ആ കളിമണ്ണ് യജമാനൻ്റെ ഹിതത്തിനനുസരിച്ച്, യജമാനൻ്റെ കരത്തിൻ്റെ ചലനത്തിനനുസരിച്ച് കീഴ്വഴങ്ങി കൊടുക്കുന്നത് കൊണ്ടാണ് അത് മനോഹരമായൊരു പാത്രമായി മാറുക. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, വിശുദ്ധിയുടെ ഒരു ജീവിതം നമുക്ക് ലഭിക്കപ്പെടണമെങ്കിൽ, വിശുദ്ധരുമായിട്ടുള്ള സഹവാസങ്ങൾ നമുക്ക് ആവശ്യമാണ്. ദൈവമക്കളോട് ചേർന്ന് ജീവിക്കുന്നത് നമുക്ക് അനിവാര്യമാണ്. അത്തരത്തിൽ ജീവിതത്തെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുക. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, ശരീരമാകുന്ന യാഗപീഠത്തെ പുതുക്കിപ്പണിയുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകട്ടെ. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ ജീവിതം പണിയപ്പെടുമ്പോൾ എൻ്റെ കുടുംബത്തിന് നെടുനായകത്വം ഏറ്റെടുത്ത് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനല്ലേ? അതുകൊണ്ട് ഞാനൊന്ന് വിശുദ്ധനാകണം. ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിലൊന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് എൻ്റെ പാപം നിറഞ്ഞ ജീവിതത്തിൽ തന്നെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാനിടയാകണം. ലോകബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. നമ്മുടെ ശരീരം വിശുദ്ധിയുടെ ആലയമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. ശരീരം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിശുദ്ധാലയമായി സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, യാഗപീഠം പുതുക്കിപ്പണിത് പ്രാർത്ഥിച്ച് ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിപ്പാൻ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ വിനയത്തോടെ സമർപ്പിക്കപ്പെടാനിടയാകട്ടെ. സ്നേഹനിധിയാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദിവസത്തിൻ്റെ നല്ല സമയത്തിനായി സ്തോത്രം. തന്ന വചനത്തിനും കൂട്ടായ്മയ്ക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളെ പൊതിയണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ.
കർത്താവെ, ഞങ്ങളെ തന്നെ നിർമ്മലീകരിക്കാൻ, ഞങ്ങളെ തന്നെ ശുദ്ധമാക്കാൻ, ഞങ്ങളുടെ പാപമലിമസങ്ങളെ കഴുകിക്കളയാൻ, വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിതത്തെ ക്രമീകരിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. നന്മകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.